വെളിപ്പാട് പുസ്തകത്തിലെ ക്രിസ്തു, യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ് അവൻ്റെ മഹത്വം, ജ്ഞാനം, ശക്തി. യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് എന്ന നിലയിൽ വിവിധ പേരുകളിലൂടെ യേശുവിനെ നമുക്ക് ഈ വെളിപ്പാട് പുസ്തകത്തിലൂടെ ദർശിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. 1:1 യേശുക്രിസ്തു, 1:5 വിശ്വസ്ത സാക്ഷി, മരിച്ചവരിൽ നിന്ന് ആദ്യജാതൻ, രാജാക്കന്മാരുടെ മേൽ ആധിപത്യം നടത്തുന്നവൻ, 1:17 ആദ്യനും അന്ത്യനും, 1:18 ജീവിക്കുന്നവൻ, 2:18 ദൈവപുത്രൻ, 3:7 വിശുദ്ധനും സത്യവാനും, 3:14 ആമേൻ വിശ്വസ്തനും സത്യവാനുമായ സാക്ഷി, ദൈവ സൃഷ്ടിയുടെ ആരംഭം, 5:5 യഹൂദ സാമ്രാജ്യത്തിന്റെ സിംഹം, ദാവീദിന്റെ വേര്, 5:6 കുഞ്ഞാട്, 19:11 വിശ്വസ്തനും സത്യവാനും, 19:13 ദൈവവചനം, 22:13 ആൽഫയും ഒമേഗയും, 19:16 രാജാതിരാജാവും കർത്താതി കർത്താവും, 22:21 കർത്താവായ യേശു ക്രിസ്തു എന്നിങ്ങനെ വിവിധ പേരുകളിലൂടെ യേശുവിനെ നമുക്ക് ആ ഒരു വെളിപ്പാട് പുസ്തകത്തിൽ ദർശിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ പുസ്തകത്തിലേക്ക് കിടക്കുകയാണ്. 1-ാം അധ്യായം 1-ാം വാക്യം. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിനു ദൈവം അത് അവനു കൊടുത്തു. അവൻ അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ചു, തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്, ഇതിന് 2 അർത്ഥമുണ്ട്. ഒന്ന്, യേശുക്രിസ്തു തന്നിരിക്കുന്ന വെളിപ്പാടും, രണ്ടാമത്തത് ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടും. അതില് യേശുക്രിസ്തു നമുക്ക് തന്നിരിക്കുന്ന വെളിപ്പാട്, ഈ ഒരു ദർശനം യേശു തന്നെയാണ് നൽകുന്നത്. അതുകൊണ്ട് അതിൽ മനുഷ്യന്റെ ഒരു ആശയമോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ നിൽക്കുന്നില്ല. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട്, ഈ ഒരു പുസ്തകം ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നതിനേക്കാൾ യേശുവിന്റെ മഹത്വവും അധികാരം, രാജ്യത്വം എന്നിവ വെളിപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ്. അപ്പൊ യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് ഈ ഒരു 2 അർത്ഥത്തിൽ നമുക്ക് കാണാം. വേഗത്തിൽ സംഭവിക്കാനുള്ളത്, ഇത് ഇപ്പൊ തന്നെ നടക്കും എന്നല്ല അതിനർത്ഥമുള്ളത്. സംഭവങ്ങൾ തുടങ്ങുമ്പോൾ, ഈ ഒരു അവസാന കാലഘട്ടം ആകുമ്പോഴേക്കും ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചു തുടങ്ങുന്ന ആ ഒരു സമയം, ആ സമയത്ത് ഇത് അമിത വേഗത്തിൽ നടക്കും, വളരെ വേഗത്തിൽ നടക്കും. ദൈവത്തിന്റെ ആ ഒരു സമയക്രമം ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് അതിവേഗത്തില് ആ കാര്യങ്ങളെ ക്രമമായിട്ട് വളരെ വേഗത്തിൽ നടക്കുന്നുണ്ടാകും. അതാണ് ഇവിടെ പറയുന്നത്, വളരെ വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടുന്നതിന്. അപ്പൊ യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് കണ്ടു, അത് വളരെ വേഗത്തിൽ സംഭവിക്കാനുള്ളതാണ്. അത് തന്റെ ദാസന്മാരെ കാണിക്കണം. എന്തിനാണ്? ഒരുങ്ങിയിരിക്കാൻ. അപ്പൊ വെളിപ്പാട് ഒരു രഹസ്യ പുസ്തകമല്ല. ദൈവം തന്റെ പ്രിയപ്പെട്ട ദാസന്മാർക്ക് കാണിച്ചു കൊടുത്ത, അല്ലെങ്കിൽ അവരെ അറിയിച്ചു കൊടുത്ത ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. താൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ തുറന്നു കാണിക്കുന്ന, രഹസ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല, തുറന്നു കാണിക്കുന്ന ഒരു പുസ്തകമാണ് ഈ ഒരു പുസ്തകം. അങ്ങനെ ഒരു വചന വെളിച്ചമാണ് വെളിപ്പാട് പുസ്തകത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. ഇത് ഭയപ്പെടുത്തുവാൻ വേണ്ടിയിട്ടല്ല, അകക്കണ്ണുകൾ തുറന്ന് നമ്മൾ നന്നായി ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഉള്ളിലേക്ക് ഇതിനെ എടുത്തുകൊണ്ട് ഇതിനെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം വെളിപ്പാട് പുസ്തകം നമുക്ക് തന്നിരിക്കുന്നത്. പലപ്പോഴും വെളിപ്പാട് പുസ്തകം വായിക്കുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ പലതും കേട്ടിട്ടുള്ളത് ഇതെന്തോ ഭീകരത നിറഞ്ഞ, കാരണം ആ ഒരു പുസ്തകം എടുത്ത് വായിക്കാൻ പോലും മനുഷ്യരെ ഭയപ്പെടുത്തി കളയുകയാണ്. വല്ലാത്തൊരവസ്ഥയാണ് ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ക്രിസ്തു ഇവിടെ നമുക്ക് ഇത് തന്നിരിക്കുന്നത് നമ്മളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. കുഞ്ഞെ, നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇന്നതൊക്കെയാണ്, ഇങ്ങനെയൊക്കെ ഇനി ഈ ലോകത്തിൽ സംഭവിക്കാനുണ്ട്, അതിനു വേണ്ടിയിട്ട് നീ ഒരുങ്ങിയിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നീ അവിടെ പേടിച്ചു പോകരുത്, ഭയപ്പെട്ടു പോകരുത്, ഇങ്ങനെയൊക്കെ നടക്കണം. ഞാനത് നിന്നോട് മുന്നമേ പറഞ്ഞു കഴിഞ്ഞല്ലോ. ക്രിസ്തു നമ്മളോട് ഇടപെടുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഇത് നമ്മുടെ കണ്ണുകൾ തുറന്ന് നന്നായി നമ്മൾ ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്കത് തന്നിരിക്കുന്നത്. ദൈവമാണ് യേശുക്രിസ്തുവിന്റെ കയ്യിലേക്ക് അത് കൊടുത്തത്. അതൊരു വലിയ സത്യമാണ്. കാരണം യേശുക്രിസ്തു തനിയെ എടുത്തതല്ല, ദൈവം അവന് കൊടുത്തു, അത് അവന് കൊടുത്തു. ഇതൊരു വലിയ സത്യമാണ്.
പിതാവ് പുത്രന് കൊടുത്തു, പുത്രൻ ഒരു ദൂതന് കൊടുത്തു, ദൂതൻ യോഹന്നാന് കൊടുത്തു, യോഹന്നാൻ ഇന്ന് സഭകൾക്ക് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇന്ന് സഭകളിലേക്ക് എത്തുന്നത്. അപ്പൊ അത് കൈമറിഞ്ഞ് ഇന്ന് നമ്മളിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മളിത് മനസ്സിലാക്കാനും പഠിക്കാനും വായിക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അത് ഭയത്തോടെയല്ല ബഹുമാനത്തോടെ അത് ചെയ്യാനും വേണ്ടിയിട്ടാണ്. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. അപ്പം ഈ ദൈവത്തിന്റെ ആ ഒരു വചനം അത് അങ്ങനെ പറയുന്നത് പോലെ തന്നെ നമ്മൾക്ക് ദൈവത്തോടുള്ള പൂർണ്ണമായ ഒരു സ്നേഹം, ആ ഒരു ബഹുമാനത്തിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങളെ വായിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഒരുങ്ങണം. അതാണ് ദൈവത്തിന് ഇതിനകത്ത് വന്നേക്കുന്ന ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. നമ്മൾ ഒരുങ്ങിയിരിക്കണം. അപ്പൊ യേശു നമ്മെ ഇഷ്ടപ്പെട്ടതിനാലാണ്, അതുകൊണ്ടാണ് ഇത് നമുക്ക് മുന്നമേ കൂട്ടി അറിയിച്ച് തന്നേക്കുന്നത്. കാരണം അപ്രതീക്ഷിതമായി ഇങ്ങനെയൊക്കെ നമ്മുടെ ലോകത്തിൽ സംഭവിക്കുമ്പോൾ നമ്മൾ പേടിച്ചു പോകും, നമ്മൾ ഭയന്നു പോകും. അയ്യോ, ക്രിസ്തു ഇനി വരില്ലേ, അല്ലെ ക്രിസ്തു എന്നെ കൈവിട്ടോ എന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മൾ ആകപ്പാടെ അടിപതറിപ്പോകും. എന്നാൽ ആ ഒരു അടിപതറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ക്രിസ്തു നമുക്ക് വേണ്ടിയിട്ട് മുന്നമേ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. കുഞ്ഞേ, നീ ഈ കാര്യങ്ങളൊക്കെ തിരിച്ചറിയണം. നിന്നെ ആരും വഴിതെറ്റിച്ചു കൊണ്ടുപോകാൻ പാടില്ല. ഇതേപോലൊക്കെ കാര്യങ്ങൾ ഇവിടെ നടക്കുമെന്ന് വെളിപ്പാട് പുസ്തകത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. അവൻ അത് തന്റെ ദൂതൻ മുഖാന്തരം, യേശുക്രിസ്തുവിന്റെ ദൂതൻ മുഖാന്തരം അത് അയച്ചു. ഇതുപോലെ ദൂതന്മാർ വഴി ദൂതുകൾ, വെളിപ്പാടുകൾ, പ്രവചനങ്ങൾ നേരത്തെ നമ്മൾ പുസ്തകങ്ങളിൽ വായിക്കുന്നുണ്ട്. ദാനിയേലിന്റെ പുസ്തകം, സെക്കറിയാവിന്റെ പുസ്തകം, അങ്ങനെയൊക്കെ പല പ്രവാചക പുസ്തകങ്ങളിലൂടെയും ദൂതൻ വഴിയുള്ള വെളിപ്പാടുകൾ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ദൂതൻ വഴി യേശുക്രിസ്തുവിന്റെ ദൂത് ദാസനായിട്ടുള്ള യോഹന്നാന് പ്രദർശിപ്പിച്ചു. അപ്പൊ ഈ ഒരു ദർശനം എന്ന് പറയുന്നത് സ്വർഗീയ മഹത്വമുള്ള ഒരു സന്ദേശമാണ്, സ്വർഗത്തിൽ നിന്നുള്ള ഒരു സന്ദേശമാണ്, നേരിട്ട് ദൈവത്തിൽ നിന്നും വന്നേക്കുന്ന ഒരു സന്ദേശം. ഈ സന്ദേശം അന്ന് യോഹന്നാന് മാത്രമോ അന്നുള്ള സഭകൾക്ക് മാത്രമോ അല്ല, എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ട് തന്നേക്കുന്ന ഒരു സന്ദേശമാണിത്. അത് വർഷങ്ങൾക്ക് മുമ്പേ തന്നു കഴിഞ്ഞു, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നമുക്ക് ആ സന്ദേശം തന്നു കഴിഞ്ഞു. അപ്പൊ അവൻ തന്റെ ദൂതൻ മുഖാന്തരം അത് അയച്ചു, തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. അപ്പൊ യേശുക്രിസ്തു അവിടെ പിതാവിൽ നിന്ന് വാങ്ങി ഒരു ദൂതന്റെ കൈവശം കൊടുത്ത് യോഹന്നാന്റെ മുമ്പിലേക്ക് അത് പ്രദർശിപ്പിക്കുകയാണ്. യോഹന്നാൻ അപ്പോൾ പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. എന്തിനാണ് പത്മോസ് ദ്വീപില്? നമ്മളൊക്കെ ഈ ദ്വീപുകൾ കാണാൻ പോകുന്ന കണക്ക് ദ്വീപിൽ അവിടെ ഉല്ലാസയാത്രയ്ക്ക് പോയതാണോ? ഒരിക്കലും അല്ല, ഉല്ലാസയാത്രയ്ക്ക് പോയതല്ല. അന്നത്തെ റോമൻ ചക്രവർത്തി ആ കാലഘട്ടത്തിൽ സുവിശേഷം പ്രസംഗിക്കുകയും യേശുവിന് വേണ്ടിയിട്ട് ജീവത്യാഗം വരെ ചെയ്തു നിൽക്കുന്ന ഒരു തലമുറയുടെ ഭാഗമായിട്ടാണ് നമ്മളിത് കാണുന്നത്. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന വ്യക്തികളെയൊക്കെ തടവിലാക്കുന്ന ഒരു പരിപാടിയായിരുന്നു. കാരണം ഇവരെ ഒറ്റപ്പെടുത്തി ദ്വീപുകളിലേക്ക് നാട് കടത്തുക, ഒറ്റപ്പെട്ട സ്ഥലത്തിലേക്ക് മാറ്റുക. അപ്പൊ അങ്ങനൊരു പീഡനത്തിലായിരുന്നു യോഹന്നാൻ. അപ്പൊ അത് മാത്രമല്ല, പ്രായാധിക്യമുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ദൈവം അവനെ സന്ദർശിക്കുന്നത്. അപ്പോ പല കാര്യങ്ങളും നടക്കുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഒറ്റപ്പെടുമ്പോഴാണ്. ദൈവത്തിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു വെളിപ്പാട് കിട്ടിയത്, ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ദൂത് കിട്ടിയത്, കംപ്ലീറ്റ് കാര്യങ്ങളുടെയും ഒരു നിവർത്തീകരണത്തിനുള്ള അവസാനത്തെ ഒരു പുസ്തകമായിട്ട് കിട്ടിയത് യോഹന്നാൻ തനിയായിരുന്ന സമയത്താണ്, ഒറ്റപ്പെട്ട് കഴിഞ്ഞ സമയത്താണ്. ഇന്നും എന്നെയും നിങ്ങളെയും ഒക്കെ പല സ്ഥലത്ത് ഒറ്റപ്പെട്ട് നമ്മൾ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് അത് കൃത്യമായിട്ടൊരു പദ്ധതി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ആ ചുറ്റുപാടുകൾ എങ്ങനെയൊക്കെയായിരുന്നു? കൽക്കരികൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ള പാറക്കെട്ടുകളായിരുന്നു, കൽക്കരികളായിരുന്നു അവിടെ. നല്ല ശ്വാസം പോലും ഇല്ലാത്ത സ്ഥലം, ചൂടൻ കാറ്റുള്ള സ്ഥലം, വളരെ വെള്ളം തീരെ ഇല്ലാത്ത സ്ഥലം,
തടവുകാർക്ക് കഠിന ജീവിതം ലഭിക്കാൻ വേണ്ടിയിട്ട് ദൈവജനത്തെ സൊസൈറ്റിയിൽ നിന്ന്, സാധാരണ ജനങ്ങളിൽ നിന്നും, അവർ ജീവിച്ചു കൊണ്ടിരുന്ന ചുറ്റുപാടിൽ നിന്നൊക്കെ മാറ്റി വേർതിരിക്കാൻ വേണ്ടിയിട്ട് റോമൻ പടയാളികൾ, അവിടുത്തെ ചക്രവർത്തി ഇവരെ കൊണ്ടുവന്ന് ആക്കിയിരുന്ന സ്ഥലം, അല്ലെ അവരെ ഒറ്റപ്പെടുത്തി മാറ്റിവിട്ട സ്ഥലം. അവിടെ മനുഷ്യർക്ക് തോന്നി യോഹന്നാനെ ഒറ്റപ്പെടുത്തി ശിക്ഷിക്കണമെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോളൂ, അങ്ങനെ ഒറ്റപ്പെടുത്തി അവിടെ ശിക്ഷിക്കണമെന്ന് മനുഷ്യർ ചിന്തിച്ചപ്പോ ദൈവം എന്ത് ചെയ്തു? ഭൂമിയിലെ ഏറ്റവും മഹത്തമായിട്ടുള്ള വെളിപ്പാട് അവിടെ വെച്ച് യോഹന്നാന് കൊടുത്തു. ഇന്ന് നമുക്ക്, എനിക്കായിക്കോട്ടെ നിങ്ങൾക്കായിക്കോട്ടെ, നമ്മൾ ഒറ്റപ്പെട്ടു നിൽക്കുന്ന സ്ഥലങ്ങളിൽ മഹത്തമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് വരും. അതിന് വേണ്ടുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ദൈവത്തിലേക്ക് നമ്മുടെ ദൃഷ്ടികൾ നോക്കണം, നമ്മുടെ ഹൃദയത്തെ നമ്മൾ ദൈവസന്നിധിയിലേക്ക് കൊടുക്കണം. അവിടെ ദൈവം നമ്മുടെ കൂട്ടത്തിൽ നമ്മൾക്ക് പ്രത്യേകമായിട്ടുള്ള വെളിപ്പാടുകൾ തരുന്നുണ്ടാകും. രണ്ടാമത്തെ വചനം കൂടി നോക്കിക്കൊണ്ട് നമുക്ക് ഈ ഒരു സെഷൻ അവസാനിപ്പിക്കാം. വെളിപ്പാട് പുസ്തകം 1:2 പറയുന്നു, അവൻ ദൈവത്തിന്റെ വചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. ഈ ഒരു വാക്യത്തിലെ ആത്മീയമായിട്ടുള്ള 3 മഹത്തരമായിട്ടുള്ള സത്യങ്ങളുണ്ട്. ഒന്ന്, അവൻ ദൈവത്തിന്റെ വചനത്തെ സാക്ഷീകരിച്ചു. യോഹന്നാൻ കണ്ട ഒരു ദർശനം അവന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ചിന്തയല്ല. യോഹന്നാൻ പറയുന്നത് ഇങ്ങനെയാണ്, ഉള്ളിലുള്ള ചിന്ത ഇതാണ്, ഞാൻ എൻ്റെ സ്വന്തം കാര്യമോ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളോ അല്ല പറയുന്നത്, ദൈവം എന്നോട് കാണിച്ച വചനം തന്നെയാണ് ഞാൻ പറയുന്നത്. ഇവിടെ അർത്ഥമാക്കുന്നത് യോഹന്നാൻ ഒരു മെസ്സഞ്ചറാണ്. വചനം ദൈവത്തിന്റെ ഒറിജിനൽ മെസ്സേജ് ആയിട്ടാണ് ഇവിടെ നമുക്ക് തന്നേക്കുന്നത്. അവിടെ അതിനോടുകൂടി യോഹന്നാൻ ഒന്നും തന്നെ കൂട്ടിച്ചേർത്തില്ല. അതിനെ വളരെ വിശ്വാസത്തോടു കൂടി അതിനെ കൊടുക്കേണ്ടുന്നിടത്ത് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. അതിനോടുകൂടി ഒന്ന് കൂട്ടിച്ചേർക്കുകയോ ഒന്ന് ഒഴിവാക്കുകയോ ചെയ്തിട്ടില്ല. അവിടെ ഒരു യഥാർത്ഥ പ്രവാചകൻ എങ്ങനെയായിരിക്കണമെന്ന് യോഹന്നാൻ നമുക്ക് കാണിച്ചു തരികയാണ്. നമ്മുടെ മനസ്സിൽ വരുന്നത്, നമ്മുടെ ചിന്താഗതികൾക്കനുസരിച്ചും പുറമേ ഒരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിയെ കണ്ടിട്ടൊരു ആകെ കൂടി നമുക്ക് കിട്ടുന്ന ഒരു ആകെ തുകയല്ല അവിടെ അവനോട് പ്രവചനം പറയേണ്ടുന്നത്. മറ്റ് എന്ത് കാര്യമാണ് നമ്മൾ പറയേണ്ടുന്നത്? ദൈവത്തിൽ നിന്ന് കൃത്യമായിട്ട് വരുന്ന കാര്യങ്ങളെ നമ്മൾ പ്രവചിക്കണം. കൃത്യമായിട്ട് നമ്മൾ അതിന് അവരോട് സംസാരിച്ച് പറഞ്ഞു കൊടുക്കണം. ഇന്ന് പലപ്പോഴും നമ്മൾ കാണുന്നത് പല പ്രവാചകന്മാര് എന്ന് പേരിൽ നിൽക്കുന്ന പല വ്യക്തികളും ചെയ്യുന്നത് അവരവരുടെ കാഴ്ചപ്പാടിന് അനുസരിച്ച് പ്രവചിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ സത്യമായിട്ടുള്ള പ്രവാചകൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ദൈവം പറഞ്ഞത് അക്ഷരം പ്രതി അത് പറയണം. ദൈവം പറയുന്നത് അക്ഷരം പ്രതി പറയണം. ദൈവം പറയുന്ന അക്ഷരം പ്രതി പറയുന്നത് എങ്ങനെയാണ്? കാരണം അങ്ങനെ നോക്കുമ്പോൾ മുഖം നോക്കാതെ സംസാരിക്കേണ്ടി വരും. വല്ല സാമ്പത്തിക നന്മയും വരുന്നിടത്ത് വളരെ അലിവായിട്ട് സംസാരിക്കണം. കാരണം അവരെ മാനസാന്തരപ്പെടാൻ പറഞ്ഞ് അല്ലെങ്കിൽ അവരോട് കർക്കശമായ രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ സാമ്പത്തിക നന്മ മുടങ്ങി പോകുമോ എന്നുള്ളതായിരിക്കും പലരുടെയും ചിന്ത. പക്ഷെ അതല്ല പ്രവാചകൻ ചെയ്യേണ്ടുന്നത്. മുഖം നോക്കരുത്. കാരണം ദൈവം നമുക്ക് തരുന്ന പ്രവചനം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ, ഒരു ദേശത്തെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാനാണ്. അവിടെ ചില തുച്ഛമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ പ്രവചനത്തെ മൂടി വെച്ചാൽ, നമ്മളത് പറയാതിരുന്നാൽ, അതിനെ വളച്ചൊടിച്ച് വേറെ രീതിയിലാക്കി തീർത്തു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പദ്ധതി അത് എന്നിലൂടെ നടക്കേണ്ടുന്ന കാര്യങ്ങളാണെങ്കിൽ അവിടെ നടക്കാതെ പോകുന്നു. അവിടെ വേറെ ചില വ്യക്തികളെ കൊണ്ട് ദൈവം അത് ചെയ്യിപ്പിക്കുന്ന രീതിയിലേക്ക് അത് മാറും. അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള പ്രവാചകൻ, യഥാർത്ഥമായിട്ടുള്ള പ്രവാചകൻ അവിടെ ദൈവം പറഞ്ഞത് അക്ഷരം പ്രതി പറയണം. അതിനകത്തൊരു വള്ളി പുള്ളി മാറ്റം ഉണ്ടാകരുത്. മാനസാന്തരപ്പെടണമെന്ന് പറയാനുള്ള കാര്യങ്ങൾ ദൈവം വായിൽ തരുന്നു എങ്കിൽ കൃത്യമായിട്ട് തന്നെ അത് പറയണം. നിന്നിൽ ഇന്ന തെറ്റുണ്ട്, ആ തെറ്റ് മാറി ദൈവസ്ഥാനത്തേക്ക് തിരിഞ്ഞു വരാൻ ദൈവാത്മാവ് ഓർപ്പിക്കുന്നു എന്ന് പറയണം. അങ്ങനെ പറയാൻ ധൈര്യമുണ്ടോ? ഇന്ന് ഞാൻ വിളിച്ചു ചോദിക്കുകയാണ്. അങ്ങനെ പറയാൻ, അങ്ങനെ ദൈവത്തിന് വേണ്ടിയിട്ട് നിൽക്കാൻ പറ്റുന്ന പ്രവാചകന്മാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഴുന്നേറ്റ് നിന്ന് അങ്ങനെ സംസാരിക്കുക, അങ്ങനെ പറയുക. അപ്പം ഒരു യഥാർത്ഥ പ്രവാചകൻ ആരെന്ന് നമ്മളിവിടെ, അവൻ ദൈവത്തിന്റെ വചനത്തെ അങ്ങനെ തന്നെ സാക്ഷീകരിച്ചു. അപ്പൊ ആത്മീയ സത്യങ്ങളിൽ ഒന്ന്, അവന്റെ ദൈവത്തിന്റെ വചനത്തെ അങ്ങനെ തന്നെ സാക്ഷീകരിച്ചു. രണ്ടാമത് യേശുക്രിസ്തുവിന്റെ സാക്ഷ്യമാണ്. യേശുക്രിസ്തുവിന്റെ സാക്ഷ്യമാണ് അവിടെ സാക്ഷീകരിക്കുന്നത്. ബൈബിളിൽ നമ്മൾ പല സ്ഥലങ്ങളിലും സാക്ഷ്യം എന്ന് കാണുന്നുണ്ട്, ഒരുപാട് പ്രാവശ്യം നമ്മൾ കാണുന്നുണ്ട്. അവിടെ
യോഹന്നാൻ യേശുക്രിസ്തുവിനെ സാക്ഷീകരിച്ചത് യേശു പറഞ്ഞതും യേശു സാക്ഷീകരിച്ചതും യേശുവിന്റെ സത്യമുള്ള സന്ദേശവുമാണ് അവിടെ യോഹന്നാൻ സാക്ഷീകരിച്ചത്. യോഹന്നാൻ അവിടെ നല്ല പച്ചയ്ക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പല വ്യക്തികളും ഭയപ്പെടുത്തുന്നത്, അത് വായിക്കാൻ ഭയം വരുന്നത് വെളിപ്പാട് പുസ്തകം. പക്ഷേ എനിക്ക് തോന്നിയപ്പോൾ ഇപ്പൊ ഈ വെളിപ്പാട് പുസ്തകം പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നത് ഏറ്റവും ഹൃദ്യമായിട്ടുള്ള കാര്യം അതാണ്. ഏറ്റവും ഹൃദ്യമായിട്ടുള്ളത്, ഇത്രയും പുസ്തകങ്ങളിൽ ഏറ്റവും ഹൃദ്യമായിട്ട് പിതാവിനോട് പുത്രനോട് പരിശുദ്ധാത്മാവിനോട് ഇടപഴകി ഇരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പുസ്തകം വെളിപ്പാട് പുസ്തകമാണ്. യേശുവിന്റെ വെളിപ്പാടുണ്ട്, ദർശനമുണ്ട്, പ്രബോധനമുണ്ട്. വെളിപ്പാടെന്ന് പറയുന്നത് യേശുവിന്റെ സത്യം, ദർശനം എന്ന് പറയുന്നത് യേശുവിന്റെ സാക്ഷ്യം, പ്രബോധനം നമ്മളൊന്ന് പ്രബോധിപ്പിക്കുകയാണ്. യേശു സഭയോട് പറയുന്ന പ്രബോധനമാണ്. പ്രബോധിപ്പിക്കുന്ന എങ്ങനെയാണ്? നമുക്ക് അറിയേണ്ടുന്ന കാര്യങ്ങളെ അവർക്ക് അറിയേണ്ടുന്ന രീതിയിൽ. ഇന്ന് തന്നെ ജനങ്ങളെ നോക്കിയാൽ വ്യത്യസ്ത തലങ്ങളിൽ പെട്ടിട്ടുള്ള വ്യക്തികളാണുള്ളത്. വിദ്യാഭ്യാസമുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, ദൈവവചനവുമായിട്ട് ആഴത്തിൽ ഇറങ്ങിയിരിക്കുന്നവരുണ്ട്, ആദ്യമായിട്ട് വിശ്വാസത്തിലേക്ക് വരുന്ന വ്യക്തികളുണ്ട്. അപ്പൊ ഈ വ്യക്തികൾക്കൊക്കെ നമ്മൾ ഒരു കാര്യം പ്രബോധിപ്പിക്കുമ്പോൾ, ഒരു കാര്യം ഉപദേശിച്ചു കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ മനസ്സിലാകണം. ഒരേ രീതിയിൽ അത് മനസ്സിലാക്കി എടുത്തെങ്കിൽ മാത്രമേ അതിനെ ആ വചനം പറയുന്നത് കൊണ്ടും അത് കേൾക്കുന്നത് കൊണ്ടും കാര്യമുള്ളൂ. എന്തെങ്കിലും പ്രബോധനം ഏതെങ്കിലും ശുശ്രൂഷകന്മാരോ ശുശ്രൂഷകളോ പറയാൻ തുടങ്ങുന്ന സമയത്ത് ചുമ്മാ കിടന്ന് വായിട്ട് അലച്ച് ബഹളം വെച്ചിട്ടും കൈയടിച്ചിട്ടും കാര്യമില്ല. അവിടെ നമ്മൾ ശ്രദ്ധയോടുകൂടി ഇരുന്ന് ദൈവത്തിൽ നിന്ന് വരുന്ന ആലോചന എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ആ പ്രബോധനം സ്വീകരിക്കണം. അപ്പൊ ഇവിടെ 3 കാര്യങ്ങൾ, വെളിപ്പാടും ദർശനവും പ്രബോധനവും, ഇത് 3ഉം ഈ യേശുക്രിസ്തുവിന്റെ സാക്ഷ്യത്തിനകത്തുണ്ട്. യേശുവിന്റെ ഹൃദയത്തിൽ നിന്ന് വന്നേക്കുന്ന, യേശുവിന്റെ ഹൃദയത്തിൽ നിന്നുള്ള സന്ദേശമായിട്ട് ഇവിടെ വെളിപ്പെടുകയാണ്. അപ്പൊ ആ 3 ആത്മീയ സത്യങ്ങൾ ഉള്ളതിനകത്ത്, യേശുക്രിസ്തുവിന്റെ സാക്ഷ്യത്തിനകത്ത് ആ ഒരു 3 ആത്മീയ സത്യങ്ങൾ ഉള്ളതില് 3ാമത്തെ സത്യം, താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. അവിടെ നമുക്ക് സാക്ഷ്യം നമ്മളോട് പറയാൻ നിൽക്കുന്ന യേശുക്രിസ്തു, അവിടെ യേശുക്രിസ്തു എന്തിനാണ് നമ്മളോട് അത് പറയുന്നതെന്ന് കണ്ടു. അവിടെ കണ്ട വ്യക്തി അല്ലെങ്കിൽ യോഹന്നാൻ അത് കൃത്യമായിട്ട് നമ്മളോട് കണ്ടതൊക്കെയും സാക്ഷീകരിക്കുകയാണ്. അത് കൃത്യതയായിരിക്കണം, അണുവിട ചലിക്കാതെ കണ്ട് പറയണം, എങ്കിലേ അത് ക്രിസ്തുവിന്റെ വേലയാകുന്നുള്ളൂ. അണുവിട ചലിക്കാതെ പറയണം. താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. താൻ കണ്ട വചനത്തിന്റെ ഏറ്റവും മനോഹരമായ ഭാഗം, താൻ കേട്ടത്, താൻ കണ്ടത്, താൻ അനുഭവിച്ചത്, താൻ ദർശനങ്ങളിൽ അറിഞ്ഞത്, ഇങ്ങനെ തുടങ്ങി എല്ലാം വളരെ വിശ്വസ്തയോടുകൂടി, ക്രിസ്തുവിനോടുള്ള വിശ്വസ്തയോട്, ജനങ്ങളോടുള്ള വിശ്വസ്തതയെന്നല്ല അവിടെ പറയുന്നത്, ക്രിസ്തുവിനോടുള്ള വിശ്വസ്തയോടുകൂടി അവിടെ രേഖപ്പെടുത്തുകയും ചെയ്തു. മനുഷ്യന്റെ മുഖം നോക്കിയിട്ട് ഇന്നത്തെ ആ വിശ്വസ്തതയ്ക്ക് മറ പിടിക്കുന്ന മനുഷ്യരെ നിങ്ങൾ മാനസാന്തരപ്പെടുവി. അപ്പൊ അവിടെ യോഹന്നാൻ വളരെ വിശ്വസ്തയോടുകൂടി അവിടെ രേഖപ്പെടുത്തി. അവിടെ ഒരു റെവലേഷൻ ഉണ്ട്, ഒരു ദർശനമുണ്ട്, ഒരു വിഷൻ ഉണ്ട്, ദൈവിക കാഴ്ചയുണ്ട്, ഒരു ടെസ്റ്റിമണി, ദൈവത്തിന്റെ യേശു പറഞ്ഞ വാക്കുകൾ, യേശുവിന്റെ സാക്ഷ്യമുണ്ട്, ഒരു സഭയ്ക്കുള്ള ഒരു പ്രവചനമുണ്ട്, ഒരു സന്ദേശമുണ്ട്. ഇതെല്ലാം യോഹന്നാൻ പൂർണ്ണമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. പൂർണ്ണമായിട്ട് യോഹന്നാൻ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഈ 2 വചനങ്ങൾ നമ്മൾ കേട്ടു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം. അപ്പൊ കൃത്യമായിട്ട് അതിനെ നമ്മൾ മനസ്സിലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്കിതൊരു അനുഗ്രഹമായി തീരട്ടെ. മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാനുമായിട്ട് വീണ്ടും ഷെയർ ചെയ്യുവാനും ഈ കാര്യങ്ങളെ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിക്കുവാനും വേണ്ടിയിട്ട് ശ്രമിക്കൂ. സർവേശ്വരൻ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നന്ദി.